ഇത്രയും ഡെഡ് ബോഡികൾ ഒരു ദിവസം കാണുന്ന ചേട്ടന് അത്തരത്തിലൊരു ഭയമോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? രാത്രികാലങ്ങൾ അടക്കം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ രാത്രികാലങ്ങളിലടക്കം ഒറ്റയ്ക്ക് കിടന്നിട്ടുള്ളൊരു വ്യക്തി. മോർച്ചറിയിൽ മാത്രമേ നമുക്ക് യാതൊരുവിധ സീനിയാരിറ്റി പോലുള്ള ഒരു കാര്യങ്ങളും മോർച്ചറിയിൽ നടക്കും. പൊതുവേ നമ്മൾ മോർച്ചറികൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്മെല്ലുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മണം, അത് നമ്മളെ അരോചകപ്പെടുത്തുന്ന ഒരു മണമാണ്. ഏതെങ്കിലും കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴും ആ മണം പിന്തുടരുന്നുണ്ടോ? നമ്മൾ ഈ മോർച്ചറിൽ വരുമ്പോൾ പൊതുജനങ്ങളെല്ലാം പെട്ടെന്നങ്ങ് മാറിക്കളയും. അത്രത്തോളം നമുക്ക് പറയാൻ കഴിയാത്ത സ്മെല്ലാണ് നമുക്ക് ആ ബോഡിയിൽ നിന്ന് വരുന്നത്. ഈ അഴുകിയ മൃതദേഹങ്ങൾ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലൊരു ആ മൃതദേഹത്തിന്റെ മണം തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സമയം നിൽക്കാറുണ്ട്. മൃതശരീരത്തിൽ നിന്ന് പുഴുക്കളാണ് ഉള്ള മൃതശരീരങ്ങൾ നമ്മളവിടെ സൂക്ഷിക്കാറുണ്ട്. കുഞ്ഞുങ്ങളുടെ മൃതദേഹം എന്താ പറയുക, നമ്മൾ ജനിച്ചു വീട് ഒരു എന്താ പറയുക ജീവിതം മുന്നോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ മരണപ്പെടുന്ന വളരെ ജനിച്ച് 2 ദിവസം കഴിഞ്ഞ് വരുന്നുണ്ട്, 4 ദിവസം 4 മാസം അങ്ങനെ വരുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുടെ മൃതദേഹം. അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിലൊരു വിഷമം ഉണ്ടാവും. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മോർച്ചറികൾ സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ഗാർഡനായിട്ടുള്ള കണ്ണൻ ചേട്ടനാണ്. നമസ്കാരം കണ്ണൻ ചേട്ടൻ. നമസ്കാരം. മോർച്ചറികൾ എനിക്കൊന്നു പലപ്പോഴും നമ്മുടെ ആളുകളുടെ ഇടയിലേക്ക് മോർച്ചറി എന്നുള്ള വാക്കുകൾ പറയുമ്പോൾ പലപ്പോഴും അവർ ഭയപ്പെടുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഇപ്പം ആത്മാക്കൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പലപ്പോഴും സോഷ്യൽ മീഡിയയിലേക്ക് ഒരുപാട് വീഡിയോകളൊക്കെ പണ്ടത്തെ മോർച്ചറികളുടെ എവിടെയൊക്കെയോ നടന്ന വീഡിയോസ് ആണെന്ന് പറഞ്ഞ് പ്രചരിക്കാറുണ്ട്. ചിലപ്പോൾ ബോഡികളൊക്കെ അനങ്ങുന്നതും അങ്ങനെയൊക്കെ ആയിട്ട്. ഏകദേശം 8 വർഷത്തോളം ഈ സെക്യൂരിറ്റി ഗാർഡനായിട്ട് മോർച്ചറിൽ ജോലി ചെയ്തു വരികയാണ്. അത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? കഴിഞ്ഞ ഒരു 8 വർഷത്തോളമായി മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലെ സുരക്ഷാ ജീവനക്കാരനാണ്. ഇത്തരത്തിലുള്ള, കാരണം പണ്ട് സിനിമകളിൽ കാണുന്നത് പോലെയുള്ളൊരു അനുഭവമൊന്നും ഇതുവരെയായിട്ടും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. മറ്റൊരു കാര്യം, ഞാൻ രാത്രികാലങ്ങൾ അടക്കം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ രാത്രികാലങ്ങളിലടക്കം ആ മോർച്ചറിയിൽ ഒറ്റയ്ക്ക് കിടന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. ഈ വർഷം ഇത്രയും വർഷത്തിനിടയ്ക്ക് അങ്ങനെ യാതൊരുവിധ ഒരു നെഗറ്റീവ് ഫീലും അങ്ങനെ ഉണ്ടായിട്ടില്ല. അതാണ് വാസ്തവം എന്ന് പറയുന്നത്. പലപ്പോഴും സാധാരണ ജനങ്ങൾക്കൊരു മരണം നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലൊരു ഭയമായിരിക്കും. അപ്പോൾ ഇത്രയും ഡെഡ് ബോഡികൾ ഒരു ദിവസം കാണുന്ന ചേട്ടന് അത്തരത്തിലൊരു ഭയമോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? തുടക്ക കാലഘട്ടത്തിൽ, ഇപ്പം ആ ജോലിയുടെ തുടക്ക കാലഘട്ടത്തിൽ ആദ്യമൊക്കെ ഒരു പേടിയല്ല, നമ്മൾ ആ ഒന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയൊരു മടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇത്രയും വർഷത്തിനിടയ്ക്ക് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ, കാരണം അവിടെ വരുന്ന ബോഡികൾ എന്ന് പറയുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളുടെ അടക്കം ട്രെയിൻ തട്ടിയും റോഡ് ആക്സിഡന്റിലും ചിന്നിച്ചിതറിയുന്നത് ശരീരങ്ങളും അങ്ങനെ ഒട്ടനവധി മൃതദേഹങ്ങൾ ഡീകമ്പോസ്ഡ് ആയിട്ട്, അതായത് 8-10 ദിവസം പഴക്കം വന്ന ബോഡികൾ, അങ്ങനെ വെള്ളത്തിൽ വീണ് ദിവസങ്ങളോളം പഴക്കമുള്ളത്, അങ്ങനെയുള്ള മൃതദേഹങ്ങളടക്കം ഇപ്പോൾ കാണുന്നു. ആദ്യത്തെ പേടി അല്ലെങ്കിൽ ആ ഭയം, അങ്ങനെ ഒരു സാധനം ഇപ്പോൾ നിലവിലില്ല. ഇത്തരത്തിലുള്ള ഒരുപാട് ബോഡികൾ കാണാറുണ്ട്, ഒരുപാട് മനുഷ്യരെ കാണാറുണ്ട്. എങ്ങനെയാണ് അവരുടെ ആ ഒരു ഇമോഷൻസിനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും, കാരണം നമ്മുടെ ഇപ്പം ഒരു മരണം സംഭവിച്ച് മോർച്ചറിയിലോട്ട് വരുന്ന ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ അപ്പോൾ നമുക്ക് ഒട്ടും പ്രവചിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു ഉറ്റവരെ നഷ്ടപ്പെട്ട് മോർച്ചറിയിൽ വന്ന് ആ ബോഡി ഏറ്റുവാങ്ങുന്നത് വരെ അവർ അനുഭവിക്കുന്ന ഒരു മാനസിക പ്രയാസമാണ്. അപ്പം അതിന് നമുക്ക് പല രീതിയിലാണ് നമ്മളവിടെ തരണം ചെയ്തു പോകുന്നത്. ചില ആളുകൾ നമ്മളോട് വളരെ ദേഷ്യത്തിൽ പെരുമാറാറുണ്ട്. അതായത് കാരണം അവരുടെ വൈകാരിക നിമിഷമാണ്. കാരണം അവരുടെ വൈകാരികത അവർ കാണിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. അപ്പം അവരുടെ ഒരു മൃതദേഹത്തിന് വേണ്ടി മാത്രമാണ് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നത്, അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി. പക്ഷെ അവിടുത്തെ ജീവനക്കാർ അങ്ങനെയല്ല. കാരണം രാവിലെ മുതൽ രാത്രി വരെ, ചിലപ്പോൾ വൈകുന്നേരം വരെ ആകാറുണ്ട്, പലതരം ആളുകളുമായി കമ്മ്യൂണിക്കേഷൻ നടത്തുകയും പലരുടെയും വികാരങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പം ചിലവർ ആളുകൾ ഒരു
എന്താ പറയണ്ടേ, മോർച്ചറിയിൽ വരുമ്പോൾ തന്നെ അവർ ഇമോഷണലായി, ജീവനക്കാരടുത്തടക്കം ഭയങ്കര ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്ന ആളുകളുണ്ട്. കാരണം മോർച്ചറിയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്കിങ്ങനെ ഒരു ടൈം, ഇത്ര ടൈമിനകത്ത് നമുക്ക് ബോഡി കൊടുക്കാൻ പറ്റുമെന്നൊന്നും ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് അതിന്റെ നടപടിക്രമങ്ങൾ പോലീസാണ്. മോർച്ചറിയിൽ വരുന്ന ഒരു ബോഡി പോസ്റ്റ്മോർട്ടം എഴുതിയിട്ടുണ്ടെങ്കിൽ അവരുടെ കൺസെന്റ് പോലീസ് വന്ന് ആ പോലീസാണ് മോർച്ചറി ജീവനക്കാർ മൃതദേഹം ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അതിനുശേഷം പോലീസ് മൃതദേഹത്തിന്റെ ദേഹപരിശോധന നടത്തി മെമ്മോറാണ്ടം തയ്യാറാക്കി ഫോറൻസിക് ഡോക്ടർമാരെ അവരെ ഏൽപ്പിക്കുകയാണ്. അതിനുശേഷം സീനിയോറിറ്റി അനുസരിച്ചാണ് ഈ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി അകത്തേക്ക് അയക്കുന്നത്. അപ്പം അതിൽ പോലും ചിലർ വന്നിട്ട് അത് നിങ്ങൾ ഇവിടെ പക്ഷാഭേദം കാണിക്കുന്നു അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മോർച്ചറിയിൽ മാത്രമേ നമുക്ക് യാതൊരുവിധ സീനിയോറിറ്റി പോലുള്ള ഒരു കാര്യങ്ങൾ മോർച്ചറിയിൽ നടക്കത്തില്ല. കാരണം അവിടെ പോലീസ് നടപടിക്രമങ്ങൾ കഴിഞ്ഞ് ഏത് പോലീസാണ് ആദ്യം ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ മെമ്മോറാണ്ടം അത് സമർപ്പിക്കുന്നത് അവർക്കായിരിക്കും സീനിയോറിറ്റി എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഒരുപാട് ബോഡികൾ ദിനം പ്രതി വരുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരുപാട് ദിവസം പഴക്കമുള്ളതായിരിക്കും. ഈ പൊതുവേ നമ്മൾ മോർച്ചറികൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്മെല്ലുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മണം, അത് നമ്മളെ അരോചകപ്പെടുത്തുന്ന ഒരു മണമാണ്. ഏതെങ്കിലും കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴും ആ മണം പിന്തുടരുന്നുണ്ടോ? അത് തീർച്ചയായിട്ടും. കാരണം ദിവസങ്ങളോളം പഴക്കമുള്ള, ചിലത് 3 ദിവസം പഴക്കമുള്ള വരാറുണ്ട്, 5 ദിവസം, ഒരാഴ്ചയോളം, 10 ദിവസം, 15 ദിവസം പഴക്കമുള്ള മൃതശരീരങ്ങൾ വരെ മോർച്ചറിയിൽ എത്താറുണ്ട്. നമ്മൾ ഈ മോർച്ചറിയിൽ വരുമ്പോൾ പൊതുജനങ്ങളെല്ലാം പെട്ടെന്നങ്ങ് മാറിക്കളയും. കാരണം അത്രത്തോളം നമുക്ക് പറയാൻ കഴിയാത്ത സ്മെല്ലാണ് നമുക്ക് ആ ബോഡിയിൽ നിന്ന് വരുന്നത്. എങ്കിൽ പോലും ആ മൃതദേഹത്തിനോടുള്ള പൂർണ്ണമായ ആദരവ് നൽകിയിട്ട് തന്നെയാണ് മോർച്ചറി ജീവനക്കാർ ഉൾപ്പെടെ, ഫോറൻസിക് ജീവനക്കാർ ഉൾപ്പെടെ ആ മൃതദേഹത്തോടുള്ള ആദരവ് പരമാവധി പ്രകടിപ്പിച്ചിട്ട് തന്നെയാണ് നമ്മൾ ആ ബോഡിയിൽ തൊടാൻ പോലും നമ്മൾ ആരും വിസമ്മതിക്കാറില്ല. നമ്മുടെ ബന്ധുവിന്റെ ബോഡിയാണെങ്കിൽ നമ്മൾ എടുക്കേണ്ടി വരും. നമ്മുടെ അച്ഛനോ അമ്മയോ ആണ് ഈ സ്ഥിതിയിൽ വരുന്നതെങ്കിൽ നമ്മൾ ആ ബോഡി എടുക്കേണ്ടി വരും. ചില ആളുകൾ ഈ ബോഡി കാണുമ്പോഴേ മാറി നിൽക്കുന്ന ആളുകളുണ്ട്. നമ്മളിപ്പം അവിടുത്തെ ജീവനക്കാരനെന്ന നിലയിൽ ഇപ്പോൾ അത് നമുക്കൊരു ദൈനംദിന ജീവിതത്തിലെ ഒരു ഭാഗമായി. അതായത് ഇപ്പോൾ ആ മോർച്ചറിയിലെ മണം പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്മെല്ല് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴും ആ മണം നമ്മളിങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കും. അല്ല, അത് തീർച്ചയായിട്ടും നമ്മൾ ഈ മോർച്ചറി ജീവനക്കാരൻ എന്ന നിലയിൽ ഈ അഴുകിയ മൃതദേഹങ്ങൾ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലൊരു ആ മൃതദേഹത്തിന്റെ മണം തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സമയം നിൽക്കാറുണ്ട്. എത്തരത്തിലുള്ള മണമാണ് കൂടുതലും വളരെ ഈ നമ്മുടെ അഴുകിയ മൃതദേഹങ്ങൾ വരുമ്പോൾ പല തരത്തിലുള്ള, കാരണം ചിലവർക്ക് നമ്മുടെ ഒരു 8-10 ദിവസം ഒരു ചെളിയുടെ മണം വരെ അടിക്കുന്ന ബോഡികൾ വരാറുണ്ട്. അപ്പം ആ മണങ്ങൾ എപ്പോഴും നമ്മുടെ മൂക്കിൻ തുമ്പത്ത് കൃത്യമായിട്ടുണ്ടായിരിക്കും. പൊതുജനങ്ങൾ വരുമ്പോൾ അവർ ഈ ബോഡിയെ കാണുമ്പോൾ ഈ മണം മാത്രമല്ല, ജീർണാവസ്ഥയിലാവുന്ന മൃതശരീരത്തിൽ നിന്ന് പുഴുക്കളാണ് ഉള്ള മൃതശരീരങ്ങൾ നമ്മളവിടെ സൂക്ഷിക്കാറുണ്ട്. അത് നമ്മൾ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്ത്, എടുത്തു പറയേണ്ട കാര്യം നമ്മുടെ കേരള പോലീസ് തന്നെ. കാരണം ആ ബോഡി പോലും ദേഹപരിശോധന നടത്തുന്നത് നമ്മുടെ പോലീസാണ്. അപ്പം ഈ മോർച്ചറി എന്ന് പറയുന്ന സെക്യൂരിറ്റി മാത്രമല്ല, ഇതിന്റെ ഭാഗമായിട്ടുള്ള പോലീസ് പോലും, കാരണം അവർ പോലും വളരെ മാനസികമായിട്ട് വളരെ സമ്മർദ്ദത്തിലാണ് മോർച്ചറിയിൽ വരുന്നത്. കാരണം ഇതുപോലെ അഴുകിയ മൃതദേഹങ്ങളൊക്കെ അവർ സ്പോട്ടിൽ ഇൻക്വസ്റ്റ് കഴിഞ്ഞിട്ട് കൊണ്ടുവരുന്നതുകൊണ്ടാണ് നമ്മുടെ മോർച്ചറിയിൽ ഇൻക്വസ്റ്റ് നടത്തുന്നതും പതിവാണ്. ഇതുപോട്ട് ഒരുപാട് മനുഷ്യർ വന്നു പോയിട്ടുണ്ടാകാം. അതിൽ ഈ ഇമോഷണലി നമ്മളെ ബോണ്ട് ചെയ്യുന്ന മനുഷ്യർ, അതായത് അവരുടെ വിഷമങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ചില സാഹചര്യങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഡെഡ് ബോഡിയുടെ ഒരു സാഹചര്യം നമ്മളെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ? ഒരുപാട് അനുഭവങ്ങളാണ്. അതിൽ നമ്മൾ ഇപ്പം എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ വരുമ്പോൾ, കാരണം അതെന്താ പറയുന്നത്, നമ്മൾ ജനിച്ചു വീണ് ഒരു ജീവിതം മുന്നോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ മരണപ്പെടുന്ന, അതായത് വളരെ ജനിച്ച് 2 ദിവസം കഴിഞ്ഞ് വരുന്നതുകൊണ്ട് 4 ദിവസം 4 മാസം അങ്ങനെ വരുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ, അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും
നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഒരു ഒരു വിഷമം ഉം. ഉണ്ടാവും. നമുക്ക് പുറമെ കാണിക്കാൻ പറ്റത്തില്ല നമ്മുടെ നമ്മുടെ ജോലി. മക്കളായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം എനിക്കും 8 വയസ്സായ മോളുള്ളതാണ്. അപ്പം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇതൊക്കെ കണ്ടുമ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഉള്ളൊരു വിങ്ങലാണ്. അത് ഞാൻ മാത്രമല്ല, നമ്മുടെ ഈ മോർച്ചറിക്കകത്ത് ജോലി ചെയ്യുന്ന നമ്മൾ അറ്റൻഡർമാർ ആയിക്കോട്ടെ, മോർച്ചറി ടെക്നീഷ്യൻ ആയിക്കോട്ടെ, ഡോക്ടർമാരായിക്കോട്ടെ, അത് നമ്മൾ കുഞ്ഞുങ്ങളുടെ മൃതശരീരങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ മനസ്സിൻ്റെ ആ വിങ്ങൽ നമുക്ക് പുറത്തറിയിക്കാൻ പറ്റത്തില്ല. അത്രത്തോളം വിങ്ങലാണ്. പലപ്പോഴും പല ബോഡികൾക്കും ഒരുപാട് ബന്ധുക്കളും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. പക്ഷെ ചില ബോഡികൾക്ക് ആരും ഉണ്ടാവില്ല അവസാന സമയത്ത്. അത്തരത്തിൽ നമ്മളെ ഹൂണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ മനസ്സിനെ മുറിപ്പെടുത്തുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ? തീർച്ചയായിട്ടും ഒരുപാട്, അതായത് നമ്മുടെ ഈ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം നമ്മുടെ അൺനോൺ ആയിട്ട് അജ്ഞാത മൃതശരീരങ്ങൾ എന്ന് പറഞ്ഞ് നമുക്ക് ഒരുപാട് ബോഡികൾ മോർച്ചറിയിൽ വരാറുണ്ട്. അതിൽ പിറന്നു വീണ കുഞ്ഞു മുതൽ വാർദ്ധക്യാവസ്ഥയിൽ ബന്ധുക്കളും മക്കളും ഉപേക്ഷിച്ച് കടവരാന്തയിൽ കിടക്കുന്ന അച്ഛനമ്മമാർ വരെ, സഹോദരങ്ങൾ ഉൾപ്പെടെ ഒരുപാട് പേരുടെ മൃതശരീരങ്ങൾ വരാറുണ്ട്. അപ്പം അവിടുത്തെ ജീവനക്കാരെന്ന നിലയിൽ മനസ്സിനെ വളരെയധികം വിഷമിപ്പിക്കുന്ന കാര്യം, ഇപ്പം ഒരു അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഒരു സഹോദരനായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ആരോരുമില്ലാതെ ആ മൃതശരീരം പോലീസ് നടപടികൾ കാത്ത്, അതായത് ഈ അജ്ഞാത മൃതശരീരങ്ങൾ വന്നു കഴിഞ്ഞാൽ പോലീസ് നടപടിക്രമമാണ്. അജ്ഞാത മൃതശരീരം വന്ന് എവിടെ നിന്ന് വന്നു എന്ന് നോക്കിയിട്ട് പോലീസാണ് നമുക്ക് NOC തരേണ്ടത്. ഈ ബോഡി സർക്കാർ ചെലവിൽ മറവ് ചെയ്യണമെങ്കിലും പോലീസാണ് ഏത് സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് ആ മൃതശരീരം കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിയെ ആക്സിഡന്റ്, കുഴഞ്ഞു വീടോ ആക്സിഡന്റോ എന്ത് പറ്റി കൊണ്ടുവന്നിരുന്നാലും ആ സ്ഥലത്തെ പോലീസാണ്. ചില ബോഡികൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് സർക്കാർ ചെലവിൽ മറവ് ചെയ്യാൻ തരും. ചിലത് നമുക്ക് പോസ്റ്റ്മോർട്ടം കൂടാതെ തരും. അത് ഓരോ കേസിന്റെ രീതികളനുസരിച്ച് നമുക്ക് പോലീസ് NOC കിട്ടുന്നതനുസരിച്ച് ആണ് ഈ മൃതശരീരങ്ങൾ ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് കോർപ്പറേഷൻ മുഖാന്തരം നമ്മൾ ശാന്തി കവാടത്തിൽ സംസ്കരിക്കുന്നത്. അപ്പം അതിൽ തന്നെ ഒരുപാട് അജ്ഞാത മൃതങ്ങൾ നമ്മൾ ആലോചിക്കും. ഒരു കാലഘട്ടം ചിലപ്പോൾ ആ വ്യക്തി എങ്ങനെ ജീവിച്ചിരുന്നു എന്ന് നമുക്കറിയാൻ പറ്റും. അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഭാര്യയും മക്കളുമായോ അല്ലെങ്കിൽ സഹോദരങ്ങളുമായോ എന്തെങ്കിലും സമ്പന്നതയിൽ ജീവിച്ചിരിക്കാം. പക്ഷെ അൺനോൺ എന്നൊരു ടാഗിനകത്ത് ആ ഫ്രീസർ തണുത്ത് മരവിച്ച ആ മൃതശരീരം ഏറ്റവും അവസാനം ആരോരുമില്ലാതെ എല്ലാ നടപടിക്രമങ്ങളും കഴിഞ്ഞതിന് ശേഷം സർക്കാർ ചെലവിൽ ശാന്തി കവാടത്ത് സംസ്കരിക്കാൻ കൊണ്ടുപോകും. അപ്പോൾ അതൊക്കെ ചില സമയങ്ങളിൽ നമ്മൾ തന്നെ ഞങ്ങളുടെ ആരെങ്കിലും ആയിരിക്കാമോ എന്നൊരു ചിന്ത തീർച്ചയായിട്ടും അലട്ടാറുണ്ട്. കാരണം 14 ദിവസം, 1 മാസം വരെ ഇരിക്കുന്ന ബോഡികളുണ്ടാവും. അത്രയും ദിവസം കാത്തിരുന്നിട്ട് പോലും ബന്ധുക്കളെ കണ്ടെത്താൻ തന്നെ ചിലപ്പോൾ ആ വ്യക്തി പണക്കാരനായിരിക്കാം, ആ പുള്ളിയുടെ ജാതി നോക്കുന്നില്ല, മതം നോക്കുന്നില്ല, ഒന്നും നോക്കുന്നില്ല. അവിടെ ഒറ്റ ടാഗ് മാത്രം, അജ്ഞാതം. ആ ഒരു ടാഗിൽ ഒതുങ്ങുകയാണ് മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്.